ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കല്യാണം ഒക്കെ ഏകദേശം കഴിഞ്ഞു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആയി. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലാണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പണികൾ കിടക്കുന്നുണ്ട് കേട്ടോ. കല്യാണം അടുപ്പിച്ചിട്ട് കുറേ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അലക്കാനുള്ളത് ഒരു സെക്ഷനാണ്, അലക്കാനില്ലാത്തത് ഒരു സെക്ഷനാണ്, നനഞ്ഞതൊരു സെക്ഷൻ, നനയാത്തതൊരു സെക്ഷൻ എന്നിട്ട് അടിമുടി സാധനങ്ങളുണ്ട്. ഒക്കെ വലിച്ചു വാരിട്ടാൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി മടക്കി സെറ്റാക്കി വെക്കണം റൂമൊക്കെ ഒന്ന്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് കേട്ടോ. ഇന്ന് ശ്രുതിയും ഹസ്ബൻഡും ഇന്ന് വീട്ടിലേക്ക് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പം പറ്റുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം അങ്ങോട്ടേക്ക് പോകണം. നാളെ ആയിരിക്കും അവർ തിരിച്ച് പോവുക, അല്ലെങ്കിൽ നാളെ പോകും. എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇന്നത്തെ അടുക്കിപ്പെറുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കാം എങ്ങനെയാണ് പോവുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ അടുക്കിപ്പെറുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കാം എങ്ങനെയാണ് നമ്മൾ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ. അപ്പം ഞാൻ ഏതായാലും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കണ്ടോ എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. റൂമെല്ലാം കൂടെ അയലിൻ്റെ മേലെയും മേശൻ്റെ മേലെയും കട്ടിലിൻ്റെ മേലെയും സകലമാന സാധനങ്ങളും വാരി വലിച്ചിട്ടതാണ്. അലമാരേൻ്റെ അകത്തൊന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ. അത്രത്തോളം സാധനങ്ങൾ കുറേ അങ്ങോട്ട് കൊണ്ടുപോയി, അവിടുന്ന് കുറേ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അലക്കാനുള്ളത് ഒരു സെക്ഷൻ, അലക്കാനില്ലാത്തത് വേറൊരു സെക്ഷൻ, അല്ലാതെ നനഞ്ഞത് വേറൊരു സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പണി നമുക്ക് റൂമിൽ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ ഒരു പരിപാടീൻ്റെ കൂടെ തന്നെ എന്താ പറയുക, അലമാരയും കൂടി ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അലമാരയിലെല്ലാം മടക്കി ഒതുക്കി വെക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇടാനുള്ളതൊക്കെ ഞാൻ വേറെ തന്നെ വെക്കുകയാണ്. അല്ലാത്ത സാരി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മുടെ അന്ന് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു ബാഗ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മോൻ്റെതൊക്കെ വേറെ തന്നെ വെക്കുകയാണ്. അവന് നല്ലതൊക്കെ അലമാരയിലേക്ക് എടുത്ത് വയ്ക്കുക, അല്ലാത്തത് അവൻ്റെ ഒരു പെട്ടിയുണ്ട്, അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതേപോലെ ബക്കറ്റിൻ്റെ അകത്തൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഒന്നാമത്തെ എന്താണെന്നറിയോ, ഈ ഒരു റൂമിൽ മാത്രമേ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉള്ളൂ. ഇപ്പം പറയുകയാണെങ്കിൽ ഈ സാധനങ്ങൾ വെച്ചതുകൊണ്ട് തന്നെ ഈ റൂമിലിപ്പോൾ വേറൊരു കാര്യം വെക്കാനോ ചെയ്യാനോ ഉള്ള സ്ഥലമില്ല. അപ്പോൾ മോൻ്റെ ആ ഒരു ടേബിളും കൂടി വന്നതിനോണ്ട് തീരെ ഒരു സ്പേസ് ഇല്ല. അപ്പോൾ ഉള്ള സ്ഥലത്തും കട്ടിലിൻ്റെ അടിയിലും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം അടുക്കി പെറുക്കി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ മാറ്റി മറിച്ച് വെക്കാം. പിന്നെ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ശ്രുതിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്തെ ഞാൻ അലക്കി ഒക്കെ മടക്കിയൊക്കെ കൊണ്ടുവരണം എന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്തു 5-ാം തീയതി കല്യാണം കഴിഞ്ഞ് വൈകുന്നേരമല്ല, രാത്രി ഒരു 8-9 മണിയാവുന്ന സമയത്താണ് ഞാനും മോനും തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ. അമ്മയും അച്ഛനും കല്യാണം കഴിഞ്ഞ് അപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഞാൻ പെട്ടെന്ന് വരുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ടേ ഞാൻ രാത്രിയാണ് കേട്ടോ വന്നത്. പിറ്റേ ദിവസം അതായത് 6-ാം തീയതി നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ നിന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നനഞ്ഞത് നനയാത്തതും ഉണങ്ങിയതും ഉണങ്ങാത്തതും സകലമായ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ സെക്ഷനാക്കി മാറ്റി തിരിച്ചിട്ട് അലക്കാനുള്ളതൊക്കെ ഒരു ഭാഗത്ത് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അയലിൻ്റെ മേലെ അത് ഒരുപാട് ഇരിക്കുന്നു. അങ്ങനെ എല്ലാം ഞാൻ അത്യാവശ്യ സാധനങ്ങൾ വേണ്ടതൊക്കെ ഞാൻ അലക്കി ഇതേ അയലിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ എന്താണെന്ന് പറയുക, നമുക്കിപ്പോൾ ഷീറ്റ് ഇല്ലല്ലോ മുറ്റത്ത്. നമ്മളെ ഷീറ്റ് ഓടിൻ്റെ മേലേക്ക് എടുത്തിട്ടത് കാരണേ മുറ്റത്ത് ആറിടാൻ പറ്റില്ല. അപ്പോൾ എല്ലാം എടുത്ത് അലക്കിയിട്ടില്ല, വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളത് കാരണം കുറച്ചൊക്കെ എടുത്ത് അലക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണക്കാനിട്ട സമയത്ത് തന്നെ അച്ഛത പീടികയിലൊക്കെ പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ആ മുറ്റത്ത് ആ ഷീറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ജസ്റ്റ് അതിൻ്റെ അടിയിൽ ആറിട്ടാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം ഇങ്ങനെ വാർന്ന് പോയിക്കോളും. പിന്നെ പിറ്റേ ദിവസം നമുക്ക് വെയിലത്തേക്ക് എടുത്തിട്ടാൽ മതി. ഇപ്പോൾ വേനൽ മഴേൻ്റെ ആ ഒരു പ്രശ്നമുള്ളത് കാരണം എപ്പോഴും ഇങ്ങനെ ആകാശം മൂടിക്കെട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം എല്ലാം കൂടി എടുത്ത് അലക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആറിടാനുള്ള സ്ഥലമില്ല, റൂമിൻ്റെ അകത്തും ഇല്ല, അതേപോലെ തന്നെ പുറത്തും ഇല്ല. ആ ഷീറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്നിങ്ങനെ ഓർത്തിരിക്കുമ്പോൾ ഞാൻ ഓർത്തത് നമുക്കിന്ന് നമ്മുടെ കടുമാങ്ങ വെക്കാമെന്ന്. ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കാണുന്ന സാധനങ്ങളല്ലാതെ നിങ്ങൾക്ക് ഈ കടുമാങ്ങ വെക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വേണ്ട ഒരു സാധനമാണ്
കരിഞ്ജീരകം, പെരിഞ്ജീരകം, ജീരകം ഈ 3 സാധനം വറുത്ത് പൊടിച്ച് വെക്കുക കേട്ടോ. ഇത് എന്തായാലും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ മാങ്ങ വേണം. മാങ്ങ തൊലി കളയാതൊക്കെ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. തൊലി കളഞ്ഞിട്ടും ഇടാം, എങ്ങനെ വേണമെങ്കിൽ ഇടാം. മാങ്ങ വേണം. ചെറിയ ഉള്ളി ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ വലിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3 ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു കറിവേപ്പില തണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതിനകത്ത് കറിവേപ്പില ഇടുക. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടില്ല നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ സാധനം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പരിപാടിയിൽ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഈ കടുക്, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത് 3ഉം ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ടല്ല, സ്മെല്ലില്ലേ, അത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉലുവയാണ്. ഞാൻ കുറച്ച് ഉലുവ എടുത്തിട്ട് നിങ്ങളെടുത്ത് ഇതേപോലല്ലാതെ വറുത്ത് പൊടിച്ചിട്ട് ഉലുവയാണെങ്കിൽ ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓവറാക്കണ്ട, അപ്പം വല്ലാതെ കഴിക്കും. ഓക്കെ, നമുക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ്. കരിഞ്ജീരകം, പെരിഞ്ജീരകം, ജീരകം ഇത് 3ഉം കൂടി വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തന്നെയാണ്. വമ്പൻ ഹിറ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അത്. നമ്മുടെ സാഗ്നെസ് ഇല്ലേ, സ്കിന്ന് സാഗ് ചെയ്യുക, ബ്രസ്റ്റ് സാഗ് ചെയ്യുക, വയറ് സാഗ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ജീരകം, പെരിഞ്ജീരകം, ജീരകം ഇത് 3ഉം കൂടി വറുത്ത് പൊടിച്ചിട്ടുള്ള വെള്ളം, ചേർത്തിട്ടുള്ള വെള്ളം കേട്ടോ. ഓക്കെ, അത് വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉള്ളിയില്ലേ, ചെറിയുള്ളി അല്ലെങ്കിൽ വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വഴറ്റിയെടുക്കുന്ന സമയത്ത് അറിയാലോ, നമ്മൾ സാധാരണ ഉപ്പ് ചേർക്കുമല്ലോ, അതേപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് കരിഞ്ജീരകം, പെരിഞ്ജീരകം, അതേപോലെ സാധാ നമ്മുടെ നോർമൽ ജീരകം ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുൻപായിട്ട് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു സ്പൂൺ ഇത് ചേർത്തിട്ട് അങ്ങനെ അടച്ചു വയ്ക്കുക. രാവിലെ വെറും വയറ്റിൽ അരിച്ചിട്ട് ആ വെള്ളം കുടിക്കുക കേട്ടോ. ഓക്കെ, നല്ലതാണ് നമ്മുടെ സ്കിന്നിനും അതേപോലെ തന്നെ വയറിനും ഈ സാഗ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. ഈ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള അമ്മമാർക്ക് ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഇഷ്യൂ ആണ് ബ്രസ്റ്റ് ഇങ്ങനെ സാഗ് ചെയ്ത് പോകുന്നത്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ലൊരു നിറത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ്. മുളക് പൊടി കുറച്ചേ ചേർക്കണുള്ളൂ കേട്ടോ, കാരണം ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയത് കാരണം കുറച്ചേ ചേർക്കണുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് 3ഉം കൂടി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത്. തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോവാതെ നോക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്നറിയോ, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങയില്ലേ, ചെത്തിയിട്ടുള്ള മാങ്ങ, തൊലി കളഞ്ഞിട്ടോ തൊലി കളയാതെയോ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ഈ ഒരു മസാല കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ വെള്ളം ചേർക്കാതെ ആ ഒരു ഓയിലിൽ തന്നെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വെള്ളം എന്ന് പറയുമ്പോൾ ആ ഒരു മാങ്ങ ഇല്ലേ, നമ്മളിട്ടിട്ടുള്ള മാങ്ങ, അത് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തത് കാരണം ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു പാത്രത്തിൽ ഒരു വലിയ പാത്രം വെള്ളം എടുക്കണുണ്ട്, പക്ഷേ എന്നാലും അത് മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നല്ല ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിളപ്പിക്കുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, കണ്ടോ, ഈ ഒരു പാത്രത്തിൽ ഞാൻ ഒരു പാത്രം മാങ്ങ മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. മാങ്ങ നന്നായിട്ട് വേവണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തിളക്കട്ടെ.
കണ്ടോ ഇതേപോലെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കണം ഇതിന് നിറമൊന്നും ഇല്ലല്ലോ, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നിറമൊന്നും കാണില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതിന് വേണ്ടത് നല്ല ഡാർക്കായിട്ടുള്ള എന്താ പറയുക ബ്രൗൺ കളറിലാണ്, നല്ല റെഡ് കളർ പോലെയൊക്കെ ഇരിക്കും. അതിൻ്റെ കാരണം ഇതാണ് കേട്ടോ, ശർക്കരയാണ്. നമുക്ക് മധുരത്തിന് അനുസരിച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെ 2 വലിയ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ആ ശർക്കര ഉരുകുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് തിളയ്ക്കുന്നതിനനുസരിച്ച് ആ ശർക്കരയുടെ അത് അലിയുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു കടുമാങ്ങേൻ്റെ നിറം മാറി വരുന്നത് നിങ്ങൾ കണ്ടില്ലേ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം മൊത്തം വറ്റിയിട്ടുണ്ട്. അത് നല്ല തിക്കായിട്ട് വരും. നമ്മൾ ഈ പുളിയിഞ്ചിയൊക്കെ വെക്കില്ലേ, അതേപോലെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. മാങ്ങയൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരും. നല്ല മധുരം ഉണ്ടാകും ഇതിന്. പുളി ഉണ്ടാകും മാങ്ങയുടെ. ചെറിയൊരു നേർമയിലുള്ളൊരു കയ്പ്പ് ഉണ്ടാകും കേട്ടോ. അത് നമ്മൾ ഉലുവ ചേർത്തതിൻ്റെ ആണ്. അപ്പോൾ നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ അടുത്തായി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉച്ചക്കത്തേക്കുള്ള കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പരിപ്പ് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പരിപ്പിൻ്റെ കൂടെ തന്നെയാണ് ഇതിലേക്കുള്ള ബാക്കി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് പെട്ടെന്ന് പണി തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ നിന്നിങ്ങനെ വൈകിച്ച് ഇങ്ങനെ വേറെ വഴിക്ക് പോയിട്ട് വേറെ പണി എടുത്തിട്ട് ആ പണി ഇങ്ങനെ അടുക്കളയിലെ പണി ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അടുക്കള പണി ചെയ്യുകയാണെങ്കിൽ രാവിലെ ഇപ്പോൾ ഞാനാണ് അടുക്കളയിൽ കയറുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെ ചായേൻ്റെ പരിപാടിയുടെ കൂടെ തന്നെ ഉച്ചക്കത്തേക്കുള്ള കറീൻ്റെ കാര്യങ്ങളും ഞാൻ നോക്കും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അത്രയും സമയം ലാഭമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം അവിടെ കണ്ടെത്താനും കൂടി പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പരിപ്പിൻ്റെ അകത്തേക്ക് തന്നെ തക്കാളിയും അതേപോലെ തന്നെ ഒരു 1/2 പോർഷൻ പച്ചക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലാതെ പരിപ്പ് മാത്രം വേവിച്ചിട്ട് അതിലേക്ക് ബാക്കി കഷ്ണങ്ങൾ വീണ്ടും ഇട്ടിട്ട് മുളകും മഞ്ഞളൊക്കെ ചേർത്തിട്ട് അങ്ങനെയല്ല ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം മടി കൊണ്ടാണെന്ന്. കുഴപ്പമില്ല, എന്നാലും എനിക്കെൻ്റെ പണി പെട്ടെന്ന് തീർത്ത് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കുകയാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, പച്ചമുളകും കറിവേപ്പില എല്ലാം ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ബാക്കി പരിപാടികൾ നോക്കാം. തേങ്ങ ചിരകാൻ നോക്കിയപ്പോൾ തേങ്ങ ഇത്രയും പെട്ടെന്ന് പൊളിഞ്ഞ് വന്നതിനോട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനും വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറി വെച്ചു. നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള കടുമാങ്ങ ഇതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കടുമാങ്ങ, പച്ചക്കറി, പപ്പടം ഇതൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടെ കഴിക്കാം. ഇത് ഇവിടെ ഭയങ്കര ഡിമാൻഡുള്ളൊരു സാധനമാണ് കേട്ടോ. കാരണം കടുമാങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാലിയായി പോകും, പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മോന് ഭയങ്കര ഇഷ്ടമാണ്. അവനത് മാത്രം കൂട്ടിയിട്ടാണ് ചോറൊക്കെ തിന്നുക കേട്ടോ. അങ്ങനെയെങ്കിലും കഴിക്കുന്നില്ല. പിന്നെ ഈ കടുമാങ്ങ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇട്ട് വെക്കുന്ന ആളുകളുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കൂടി പറഞ്ഞുതരാം. കയ്പ്പില്ലേ, കയ്പ്പ ഇതേപോലെ തന്നെ വെക്കാം കേട്ടോ. മാങ്ങയ്ക്ക് പകരം കയ്പ്പ ഇടാന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉലുവ ചേർക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നേർമയിലൊരു കയ്പ്പുണ്ടാകും കയ്പ്പയുടെ. പിന്നെ മധുരം കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് വിധത്തിൽ വേണമെങ്കിലും കേട്ടോ. അപ്പോൾ ഞാനും ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ എടുത്തിട്ടുള്ളത് മാങ്ങേൻ്റെ അണ്ടിയില്ലേ, അതാണ് കേട്ടോ. നമ്മൾ അതോടൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു എരിവ്, പുളി, നേർമയില്ല കയ്പ്പ്, എന്താ പറയുക, എല്ലാം കൂടെ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് ചോറൊക്കെ തിന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അമ്മ നേരെ മുമ്പിലിരിക്കുന്നുണ്ട്. ആദ്യമോൻ എൻ്റെ ഇപ്പുറത്തേ നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി എപ്പോഴാണെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. ഇനി എങ്ങാനും ആരും ഇല്ലെങ്കിൽ കഴിക്കില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റും ഒരു എന്താ പറയുക, അതൊരു സന്തോഷം വേറെ തന്നെയാണ്. കണ്ടില്ലേ, നമ്മുടെ കടുമാങ്ങേൻ്റെ പാത്രം കാലിയായിട്ടുണ്ട്. രാത്രി നമുക്കിത് വടിക്കാം. ഓക്കെ.
അപ്പോൾ ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ആ ഭാഗം അതായത് നമ്മളെ അകമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അലക്കിയിട്ടതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഞാൻ മടക്കി വെക്കുകയാണ്. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, വീണ്ടും നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ മേശേൻ്റെ മേലെയോ അല്ലെങ്കിൽ ആ ബക്കറ്റിൻ്റെ മേലെയോ അവിടെ കൂടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാകുമ്പോൾ മടക്കിയിട്ട് വേഗം നമുക്ക് അലമാരയിലേക്ക് വെക്കാം. അതേപോലെ തന്നെ ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമ്മുടെ ബാഗില്ലേ, നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു ബാഗ്, അതിൻ്റെ അകത്തേക്കാണ് എടുത്ത് വെക്കുന്നത്. കാരണം പുതിയ ഐറ്റംസ് ഞാൻ എന്തെങ്കിലും ഫങ്ഷൻസ്, കല്യാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇടുള്ളൂ. അപ്പോൾ അത് കാരണം അത് നമുക്ക് വേറെ തന്നെ വെക്കാം. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അതേപോലെ ആദ്യമോൻ്റെ കുറച്ച് ഐറ്റംസ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണങ്ങിയതൊക്കെ ഞാൻ എടുത്ത് മടക്കി വെച്ചു. ഉണങ്ങാത്ത സാധനങ്ങളൊക്കെ അകത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ മേലെ മൊത്തത്തിൽ വാരി വലിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി, കണ്ടോ, ഫുൾ നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എത്ര നേരം ഉണ്ടാവും എന്നറിയില്ല. എൻ്റെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണ് എന്നല്ല, ഏകദേശം ഇപ്പോൾ ഒരു 3-4 ആഴ്ച ആയിട്ടുണ്ടാവും ഞാൻ നമ്മുടെ ഡാൻസ് പ്രാക്ടീസിന് പോയിട്ട് കേട്ടോ. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അത് വേറൊരു കൂട്ടരുടെ ഡാൻസ് പ്രാക്ടീസിൻ്റെ ബഹളമാണ് കേട്ടോ കേൾക്കുന്നത്. മക്കളെ ഡാൻസ് പ്രാക്ടീസിൻ്റെ ബഹളമൊക്കെയാണ് നിങ്ങളാ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 ആഴ്ചയായിട്ടോ. ശ്രുതിയുടെ കല്യാണം, പിന്നെ നമ്മുടെ ഉത്സവം, അതൊക്കെ ആയിട്ട് ഞാൻ ലീവായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് പുറത്ത് പോകാൻ, ഡോക്ടറെ അടുത്തൊന്ന് പോകണം. അപ്പോൾ ഞാൻ ഏതായാലും മാറ്റട്ടെ. 4 മണിക്കാണ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഹെയറൊക്കെ ഒന്ന് കെട്ടി സെറ്റായി വേഗം പോട്ടെ. അങ്ങനെ ഫൈനലി ഞാനിപ്പോൾ ഡാൻസ് പ്രാക്ടീസിന് പോവുകയാണ് കേട്ടോ. ഇറങ്ങി വീട്ടിൽ ഇനി പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അതെന്താ പറയുക, സൂയ, ഇത് നമ്മുടെ ഡാൻസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. എല്ലാവരും ഒരേ കളറാണ് ഡ്രസ്സ് എടുത്തതാണ് കേട്ടോ. എനിക്ക് പിന്നെ ഏച്ചിമാരെല്ലാവരും കൂടെ വാങ്ങിയതാണ്, ഞാൻ വാങ്ങിയതല്ല, റെഡിമെയ്ഡാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ കളിക്കാൻ പോയപ്പോൾ ഇതിൻ്റെ കയ്യിൽ തന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് മേലെ ഇരിക്കണം, നമുക്കൊന്ന് കക്കോടി വരെ പോകാനുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. എന്താണെന്ന് ആലോചിച്ചിട്ട് ചെറുതായിട്ടൊരു പേടിയിട്ട് ഞാൻ എന്തായാലും മേലേക്കിട്ട് വരാം കേട്ടോ. എന്നിട്ട് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഹലോ, അപ്പോൾ ഇതാ ഞാൻ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോവാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പോകാനുണ്ടെന്ന്. ഡോക്ടറെ അടുത്ത് പോവാണ് കേട്ടോ. അമ്മയും മോനും അമ്മേൻ്റെ വീട്ടിൽ പോയതാണ്, അമ്പലത്തിൽ വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട്. ഞാനും അച്ഛനും ഇപ്പോൾ കക്കോടിക്ക് പോവാണ് കേട്ടോ. അമ്മയും മോനും അവിടേക്ക് എത്തും. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് കുറച്ചൊരു 2-3 ആഴ്ചയായിട്ട് കാലിന് ചെറുതായിട്ടൊരു വേദന, ഇടത്തെ കാലിന് കേട്ടോ. ഒരു ചെറിയൊരു കടച്ചിലോ തരിപ്പോ അങ്ങനെ എന്തൊക്കെയോ. ചിലപ്പോൾ അത് ബ്ലഡ് സർക്കുലേഷൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റാമിൻസിൻ്റെ കുറവായിരിക്കാം. പ്രായമായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ഡോക്ടറെ പോയി കണ്ടിട്ട് എന്താ പറയുന്നത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിന് കാത്ത് നിന്നായിരുന്നു കേട്ടോ. അവിടുന്ന് ഒരു ഓട്ടോ കിട്ടി, ഡോക്ടറൊക്കെ കാണിച്ചു. നമ്മൾ എന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. തിരിച്ച് നല്ലതായിട്ട് നേരം വൈകിയതിനെ കൊണ്ട് തന്നെ നമ്മൾ ഒരു ഓട്ടോയിൽ തന്നെയാണ് തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ എന്താ പറയുക, ടൗണിലല്ല, കക്കോടിയൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. വിഷു ആവാറായല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളാണ്. ഷോപ്പുകളൊക്കെ ഒരുപാട് നേരം തന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. ഓട്ടോയും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. കാരണം ബസ്സിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും പോകാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ഓട്ടോയും കാര്യങ്ങളൊക്കെ നേരം വൈകിയിട്ടും ഉണ്ട് കേട്ടോ. നമ്മൾ ബസ്സിന് വരണോ ഓട്ടോയ്ക്ക് വരണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ഒരുപാട് നേരം കൺഫ്യൂഷൻ അടിച്ച് നിന്നാൽ നമുക്ക് ഒരു ഓട്ടോയും ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിലോ എന്നുള്ള ഒരു ടെൻഷനിൽ നമ്മൾ കിട്ടിയ ഓട്ടോയിൽ നമ്മൾ കയറി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. കാരണം നമ്മൾ ഡോക്ടറെ കാണിച്ച തൊട്ടടുത്ത റൂമിൽ തന്നെ കമ്പിത്തിരി, മത്താപ്പ് എന്നീ ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ തൽക്കാലത്തേക്ക്, നമ്മൾ അത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പറയേ, തൽക്കാലത്തിൽ നമ്മൾ ഇത് മാത്രം
പടകമല്ല, പടക്കം, കമ്പിത്തിരി, ഉണ്ട്. പിന്നെ മറ്റേ സാധനം കയറുപടക്കം, മത്താപ്പൂ, മത്താപ്പൂ. കയറുപടക്കം സേഫ്റ്റിയാ. ഓക്കെ, അപ്പൊ തൽക്കാലത്തേക്കുള്ളതായി. വലിയത് ഇത് ചെയ്യാ കാണാം. പൊന്തിച്ചു പിടിക്കേ. മേലോട്ട് പിടിക്കണോ? അയ്യേ, ഞാൻ മേലോക്കല്ലേ. അങ്ങനെ കമ്പിത്തിരി കത്തിക്കാനുള്ള പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വടീൻ്റെ മേലേക്ക് കമ്പിത്തിരി കുത്തി വെച്ച് സെറ്റാക്കി കൊടുത്തിട്ട് കമ്പിത്തിരി ഇപ്പോൾ ഇത് ആദ്യമോ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കത്തിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ എന്തോ പരിപാടിയിൽ തിരിഞ്ഞു പോയിട്ടോ. മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഓക്കെ, നമ്മുടെ കാലിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അത് നാളെ നമ്മുടെ വ്ളോഗിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.